ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജു. വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്ന പത്മവിഭൂഷൺ അടൂർ ഗോപാലകൃഷ്ണൻ സർ, ഒപ്പം മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് ഡോക്ടർ കപില വാത്സ്യായൻ്റെ നാമത്തിലുള്ള രണ്ടാമത് ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തോത്സവത്തിൻ്റെ കർട്ടൻ റേസറും ലോഗോ പ്രകാശനവും ചടങ്ങാണ് ആദ്യം നടക്കുന്നത്. അതിനെ തുടർന്ന് ഡോക്ടർ കപില വാത്സ്യായനുള്ള സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആദരവായി സവിശേഷതയാർന്ന നൃത്തവിരുന്നും ഇന്ന് ഈ രംഗവേദിയിൽ അരങ്ങേറുന്നതാണ്. ലോകപ്രശസ്തനായ ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ 175-ാം ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അപൂർവ കവിതകൾ തിരഞ്ഞെടുത്ത് ശ്രീമതി ഗായത്രി മധുസൂദൻ ഹിരൺമയം എന്ന പേരിലുള്ള നൃത്താഞ്ജലിയും ഇന്നിവിടെ നടക്കുന്ന ഔദ്യോഗിക ചടങ്ങിന് അനുബന്ധമായി അരങ്ങേറുന്നതാണ്. ഡോക്ടർ കപില വാത്സ്യായൻ്റെ നാമത്തിൽ നടത്തിയ 11 ദിനങ്ങൾ നീണ്ടുനിന്ന പ്രഥമ ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തോത്സവത്തിലൂടെ കോവിഡ് കാലഘട്ടത്തിൽ കലാജീവിതത്തെ ബാധിച്ചവരുടെ മനസ്സുകളിൽ നിന്നും ഉയർന്ന ചോദ്യങ്ങളെയും ആശങ്കകളെയും തുടച്ചു നീക്കുക മാത്രമല്ല, കലാ ആസ്വാദകരിലേക്ക് ഏറ്റവും നൂതനവും മികച്ചതുമായ നവമാധ്യമ വേദിയിലൂടെ എത്തിക്കുവാൻ ഭാരത് ഭവന് സാധിക്കുകയും ചെയ്തു എന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനവും ആഹ്ലാദവുമുണ്ട്. കൃത്യതയാർന്ന പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കപ്പെട്ട നൃത്തരൂപങ്ങളാണ് ഈ 11 ദിവസത്തെ കലാമാമാങ്കത്തിലൂടെ നൃത്ത ആസ്വാദകരിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി നാഷണൽ സെൻറ്റർ ഫോർ ആർട്സ് ഇത് അടക്കമുള്ള സ്ഥാപനങ്ങളും ഇന്ത്യൻ കലാനിരൂപകരും ഭാരത് ഭവന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് സന്ദേശങ്ങൾ നൽകിയത് സാംസ്കാരിക കേരളത്തിന് ദേശീയ തലത്തിൽ ലഭിച്ച ശ്രദ്ധയും അംഗീകാരവും ആണെന്നത് രണ്ടാമത് പത്മവിഭൂഷൺ ഡോക്ടർ കപില വാത്സ്യായൻ ഡാൻസ് ഫെസ്റ്റിനെ കൂടുതൽ മികവാർന്നതാക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമേകുന്നു. ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തം, കല, വാസ്തുവിദ്യ, കലാചരിത്രം എന്നീ മേഖലകളിലെ പ്രശസ്തരായ വ്യക്തികൾ ഡോക്ടർ കപിലാജിയുടെ ജീവിതത്തെയും ഐതിഹാസിക സംഭാവനകളെയും അനുസ്മരിച്ചും അവരുമായുള്ള പരിചയം പങ്കുവച്ചും 2020 കപിലാജിയുടെ നാമത്തിൽ നടന്ന പ്രഥമ ശാസ്ത്രീയ നൃത്തോത്സവത്തിൻ്റെ കർട്ടൻ റേസർ ചടങ്ങിനെ അനുസ്മരണീയമാക്കി. ഇന്ത്യയിലെ വിവിധ ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾക്ക് കാമ്പുറ്റ സംഭാവനകൾ നൽകി കടന്നുപോയ നൃത്തരംഗത്തെ അനശ്വര പ്രതിഭകളെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററികളും വിവിധ ഇന്ത്യൻ നൃത്തരൂപങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററികളുമായിരുന്നു ഓരോ ദിനത്തിലെയും നൃത്തവിരുന്നിന് തുടക്കമായത്. തുടർന്ന് ഇന്ത്യയിലെ പ്രശസ്തരായ 80ഓളം നർത്തകീ നർത്തകന്മാരും ഫെസ്റ്റിവൽ ക്യൂറേറ്റർമാരുടെ ഡെമോൺസ്ട്രേഷനുകളും അടക്കം 2 മണിക്കൂറോളം ദൈർഘ്യത്തിലായിരുന്ന ഓരോ ദിനങ്ങളിലെയും നൃത്തോത്സവം ലോക മലയാളികളിലേക്കും ഇന്ത്യൻ പ്രേക്ഷകരിലേക്കും എത്തിയിരുന്നു. കേരളത്തിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമായ കഥകളിയുടെ ഒരു രാവും ഇതിനൊപ്പം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഭാരത് ഭവൻ ചെയർമാനും കൂടിയായ ശ്രീ സജി ചെറിയാൻ അവരുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ 10 ദിനങ്ങളിലായി ഈ വർഷം പ്രേക്ഷകർക്ക് നേരിട്ടും ഓൺലൈനായും ആസ്വദിക്കാവുന്ന വിധത്തിലാണ് ഈ ക്ലാസിക്കൽ നൃത്തോത്സവം ഒരുക്കുന്നത്. ഇന്ന് ആദ്യമായി പ്രാർത്ഥന രതീഷിൻ്റെ മാനവഗീതത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. എഴുന്നേറ്റ് നിൽക്കണമെന്ന് ആവശ്യമില്ല, നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ ഈ മാനവഗീതം ആസ്വദിക്കാവുന്നതാണ്. Check, 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 check.
ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെയും ഫെസ്റ്റിവലിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാന വ്യക്തിത്വങ്ങളെയും ഇവിടെ എത്തിയിട്ടുള്ള മറ്റ് വിശിഷ്ട അതിഥികളെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി ഭാരത് ഭവൻ്റെ നിർവാഹക സമിതി അംഗവും ഫെസ്റ്റിവൽ കോർഡിനേറ്ററുമായ ശ്രീ റോബിൻ സേവ്യറെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ശാന്തി നികേതനിൽ പഠിക്കുമ്പോൾ കഥകളിയെപ്പറ്റി കേട്ടറിഞ്ഞ ഒരു പെൺകുട്ടി വർഷങ്ങൾക്ക് ശേഷം ചെറുതുരുത്തിയിലെത്തി. വെളുപ്പിന് 4 മണിക്ക് വെള്ള സാരിയും ധരിച്ച് താമസിക്കുന്ന നമ്പൂതിരിമലയിൽ നിന്ന് 3-4 കിലോമീറ്റർ കാൽനടയായി പോയി വള്ളത്തോളിൻ്റെ പക്കൽ നിന്ന് കഥകളി പഠിച്ചു. കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയിലെയും ക്ഷേത്രകലകളെ അടുത്തറിഞ്ഞ് കൂടിയാട്ടവും മോഹിനിയാട്ടവും കഥകളിയുമൊക്കെ ദില്ലിയിലും വിദേശങ്ങളിലും അവതരിപ്പിക്കാൻ വേദിയൊരുക്കി. വിദേശത്ത് സാംസ്കാരിക ദൗത്യം സംഘത്തോടൊപ്പം ചെന്നപ്പോൾ കഥകളി അവതരിപ്പിക്കുന്നതിന് ഉള്ള ആ ഒരു കൊതി കൊണ്ട് വേഷം കെട്ടി ആടിയപ്പോൾ കേന്ദ്ര വിദേശകാര്യമന്ത്രി തിരികെ നാട്ടിലേക്ക് വണ്ടി കയറ്റി അയച്ചത് ഒരോർമ്മ. കൂടിയാട്ടത്തിന് യുനെസ്കോ പൈതൃക പദവി ലഭിക്കുന്നതിന് ഒരു സുപ്രധാന പങ്ക് വഹിച്ച ഡോക്ടർ കപിലയുടെ ഓർമ്മയ്ക്കായി ഭാരത് ഭവൻ ഒരുക്കുന്ന ഭാരതീയ ശാസ്ത്രീയ നൃത്താവിഷ്കാരങ്ങളുടെ 2ാം പതിപ്പിന് ഇവിടെ തിരശീല ഉയരുകയാണ്. ഇന്ന് ഈ മഹത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ആന്റണി രാജു അവർകളാണ്. നമ്മുടെ സ്ഥലം MLA കൂടിയാണ്. ഭാരത് ഭവൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ട സഹായ സഹകരണങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന ശ്രീ ആന്റണി രാജു അവർക്ക് ഏറെ സ്നേഹത്തോടെ ഏറെ ആദരവോടെ സ്വാഗതം അർപ്പിക്കുകയാണ്. ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ പ്രൊഫസർ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറാണ്. ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനും അതുപോലെ ഞങ്ങളുടെ സിനിമാ സ്വപ്നങ്ങൾക്ക് ഏറെ പകിട്ടും നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പ്രൊഫസർ ജോർജ് ഓണക്കൂർ ഈ ഭാരത് ഭവൻ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയൊരു കാരണവരെന്ന് തന്നെ പറയാം. എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരിക മുഖം കൂടിയായ അദ്ദേഹത്തെ ഈ അധ്യക്ഷ പദത്തിലേക്ക് ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഭാരത സിനിമയ്ക്ക് ലോക പരിവേഷം നൽകി നമ്മുടെ അഭിമാനമായ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ അടൂർ സാർ. ഭാരത് ഭവന് എന്നും ഒരു വഴികാട്ടിയാണ് അദ്ദേഹം. ഇന്ത്യൻ സിനിമയ്ക്ക്, മലയാള സിനിമയ്ക്ക് മാത്രമല്ല നമ്മുടെ സാംസ്കാരിക ലോകത്തിന് എല്ലാം നിറതെളിച്ചമായ അടൂർ സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മറ്റൊരു വിശിഷ്ടാതിഥിയായി നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി സാറാണ്. ഈ ഭാരത് ഭവൻ 1984 തുടങ്ങുമ്പോൾ അതിൻ്റെ ചെയർമാനായി അല്ലെങ്കിൽ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിച്ച, അതിനു വേണ്ട ഒരു പക്ഷേ വെൽ ബിഗണീസ് ആഫ്ഡൺ എന്ന് പറയുന്നത് പോലെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു മഹാൻ കൂടിയാണ് ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി. അദ്ദേഹത്തിൻ്റെ തറവാട്ടിലേക്ക് ഏറെ സ്നേഹത്തോടെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നൃത്തരംഗത്തെ ശ്രദ്ധേയ വ്യക്തിത്വങ്ങളാണ് ഡോക്ടർ നീന പ്രസാദ്, മാർഗി ഉഷ ടീച്ചർ, ഗുരു ജയപ്രഭ മേനോൻ, ഡോക്ടർ ബിന്ദുജ മേനോൻ എന്നിവർ. ഒപ്പം നമ്മുടെ ഗോപിയ വർമ്മ മാഡവും വന്നിട്ടുണ്ട്. ഞാൻ പേരെടുത്ത് പറയുകയോ വിശേഷിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഇവരെ എല്ലാവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഏറെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാളത്തിൻ്റെ മറ്റൊരു അഭിമാനമാണ് നമ്മുടെ പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ ശ്രീ വിനോദ് മങ്കര. അദ്ദേഹം ഈ ചടങ്ങിന് ശേഷം ഈ നൃത്തത്തിനെ പറ്റി അധികരിച്ച് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഭാരത് ഭവൻ്റെ ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ എ അനിൽകുമാർ, ശ്രീ എസ് രാധാകൃഷ്ണൻ എന്നിവർ ഈ ചടങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇരുവരെയും ഔദ്യോഗികമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശ്വവിഖ്യാത ചിത്രകാരനായ രാജാ രവിവർമ്മയുടെ 175ാം ജന്മവാർഷികമാണ് ഈ വരുന്ന ഏപ്രിൽ 29. ഈ ജയന്തി വർഷത്തിൽ അദ്ദേഹത്തിനുള്ള ആദരസൂചകമായി
അദ്ദേഹത്തിൻ്റെ അപൂർവ കൃതികൾ കോർത്തിണക്കി ഒരു നൃത്തശില്പം ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ മറ്റൊരു അഭിമാനമായ ശ്രീമതി ഗായത്രി മധുസൂദൻ ആണ്. ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ കലാകാരിയെ സ്വാഗതം ചെയ്യാം. ഭാരത് ഭവൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ സെക്രട്ടറി ശ്രീ പ്രമോദ് പയ്യന്നൂരാണ്. ഇവിടെ നടക്കുന്ന ഓരോ അവതരണങ്ങൾക്കും നാടക ചലച്ചിത്ര കലാകാരൻ്റെ മനസ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഏറെ സ്നേഹത്തോടെ ഔപചാരികരുടെ പേരിൽ ശ്രീ പ്രമോദിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് മാധ്യമ സുഹൃത്തുക്കൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും അതുപോലെ സാങ്കേതിക വിദഗ്ധരെയും ക്യാമറ, ലൈറ്റ് എല്ലാം കൈകാര്യം ചെയ്യുന്നവരെയും ഭാരത് ഭവൻ്റെ കുടുംബാംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ ചടങ്ങിനെ അനുഗ്രഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സുമനസ്സുകൾക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം നൽകുന്നു. അതുപോലെ ഈ ഓൺലൈൻ കാണുന്ന എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്നേഹം, നന്ദി, നമസ്കാരം. ഇന്നിവിടെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും പ്രമുഖ സാഹിത്യകാരനും തിരക്കഥാകൃത്തും അധ്യാപകനും ഇതിലെല്ലാത്തിനും ഉപരി ഭാരത് ഭവന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നും ഊർജം പകർന്ന് ഡോക്ടർ ജോർജ് ഓണക്കൂറാണ്. ഡോക്ടർ ജോർജ് ഓണക്കൂറിനെ അധ്യക്ഷ ഭാഷണത്തിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സുകന്യ ജയറാമിന് നിങ്ങളെല്ലാവരും മാപ്പ് കൊടുക്കണം എന്ന് ഞാൻ ആദ്യമേ അപേക്ഷിക്കുന്നു. കാരണം എല്ലാ ക്രമവും തെറ്റിയിട്ടാണ് ഞാനിവിടെ ആദ്യ പ്രസംഗത്തിനായിട്ട് നിൽക്കുന്നത്. ഈ സമ്മേളനത്തിലെ മുഖ്യ അതിഥി എന്ന് പറയാൻ വയ്യ, എങ്കിലും നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം, രാഷ്ട്രീയ വ്യക്തിത്വം, സ്നേഹ സാന്നിധ്യം, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആൻ്റണി രാജു, ഏറെ ആദരണീയനായ, ഞാനീ വിഖ്യാത ചലച്ചിത്രകാരൻ എന്നൊന്നും പറയില്ല, നമ്മുടെ സ്വന്തം, നമ്മുടെ അഭിമാനമായ അടൂർ സാർ, പ്രിയപ്പെട്ട റോബിൻ സേവിയർ, പ്രിയങ്കരനായ ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി, കലാകാരൻ, ചലച്ചിത്രകാരൻ പ്രമോദ് പയ്യന്നൂർ, ഈ വേദിയിൽ ഒത്തിരി വിശിഷ്ട സാന്നിധ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് അഭിമാനകരം. ബഹുമാനപ്പെട്ട മന്ത്രിയെയും അടൂർ സാറിനെയും ആദ്യമേ എൻ്റെ ആദരം അറിയിച്ചു. പ്രിയങ്കരനായ സൂര്യ കൃഷ്ണമൂർത്തി ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1984 ഈ സാംസ്കാരിക സ്ഥാപനം ആരംഭിച്ച കാലം തൊട്ട് എപ്പോഴും ഒപ്പമുള്ള നല്ല അയൽക്കാരനാണ് പ്രിയപ്പെട്ട സൂര്യ കൃഷ്ണമൂർത്തി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ സ്ഥാപനത്തിൻ്റെ അയൽക്കാരൻ എന്ന് മാത്രമല്ല, നമ്മുടെ കലാരംഗത്ത് നടക്കുന്ന എല്ലാ മഹനീയ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട സൂര്യ കൃഷ്ണമൂർത്തി, ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ അഭിമാനമായ ഡോക്ടർ നീന പ്രസാദ്, എൻ്റെ സഹപ്രവർത്തക മാർഗി ഉഷ. ഞാൻ മാർഗിയുടെ ഒരു അധ്യക്ഷൻ എന്ന പദവി കഴിഞ്ഞൊരു 10-15 കൊല്ലമായിട്ട് വഹിച്ച് വരികയാണ് ചെയ്യുന്നത്. ആർക്കും ഇതൊരു വിട്ടുകൊടുത്തിട്ടില്ല, ഏറ്റെടുക്കാനും ആരും വന്നിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും പ്രശസ്ത കൂടിയാട്ട കലാകാരിയായ മാർഗി ഉഷ വേദിയിൽ ഉണ്ട്. പത്മവിഭൂഷൺ ഡോക്ടർ കമല വാത്സ്യായനൻ കൂടിയാട്ടത്തിന് നൽകിയ മഹാസംഭാവനകളെക്കുറിച്ച് ഇവിടെ ആദ്യമേ സൂചിപ്പിക്കുകയുണ്ടായി. ഉഷയുടെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. തീർച്ചയായും ഗുരു ജയപ്രഭാ മേനോൻ, ഞങ്ങളുടെ ബിന്ദുജ പറയായിരുന്നു, ബഹുമാനപ്പെട്ട മന്ത്രി ഒരു കാര്യം സൂചിപ്പിച്ച, ഒരു നൃത്ത രംഗത്തെക്കുറിച്ച്, നൃത്താവിഷ്കാരത്തെക്കുറിച്ച് സൂചിപ്പിച്ച, 25 കൊല്ലം മുമ്പ് നടന്ന മനോഹരമായ ഒരു ആവിഷ്കാരത്തെക്കുറിച്ച് പറഞ്ഞ, അപ്പോൾ ബിന്ദുജയെ ചേർത്ത് വെച്ച് പറയാൻ, ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് നടത്തിയ ഒരു പ്രകടനത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഞങ്ങൾ കയറി വരുമ്പോൾ ബിന്ദുജ എന്നും നമുക്ക് മകളാണ്, നല്ല അമ്മയുടെ
നല്ല മകൾ ആണ് ഡോക്ടർ ബിന്ദുജ മേനോൻ. പ്രിയങ്കരിയായ കലാകാരി ശ്രീമതി ഗായത്രി മധുസൂദനൻ. എന്തോ മേക്കപ്പ് ഇരിക്കുകയാണോ? ആ, ഓക്കെ. ജയപ്രഭ മേനോൻ വേദിയിലുണ്ട്, അതെനിക്കറിയാം. നീനെ അങ്ങനെ അറ്റത്ത് ഒതുങ്ങി ഇരിക്കുകയാണ്. എല്ലാവരും എന്ത് സന്തോഷമാണ്. ഞാൻ സദസ്സിലേക്ക് നോക്കുമ്പോൾ ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ പറയേണ്ടതായിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ നമസ്കരിക്കുന്നു. ഈ സായന്തനത്തിൽ ഇവിടെ സംഭവിക്കുന്ന കലാ അവതരണത്തിന് സാക്ഷികളാകാൻ, അനുഗ്രഹിക്കാൻ എത്തിയവരാണ് നിങ്ങളെല്ലാവരും എന്നുള്ളത് ഏറെ അഭിമാനകരമായ കാര്യമാണ് എന്ന് ഓർമ്മിക്കുന്നു. എന്താണ് പറയേണ്ടത്? ഈ അവസരത്തിൽ 2 മഹാസംഭവങ്ങളുടെ സൂചകങ്ങളായിട്ടാണ് ഈ സമ്മേളനം സംഭവിക്കുന്നത്. ഒന്ന്, പത്മവിഭൂഷൺ ഡോക്ടർ കപില വാത്സ്യായനൻ. കപില വാത്സ്യായനൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റ് 2023 അതിൻ്റെ ലോഗോ പ്രകാശനം ചെയ്യുന്ന വേദിയാണ് ഒന്ന്. ഏറെ അഭിമാനകരമായ കാര്യമാണ് അത്. ഡോക്ടർ കപില വാത്സ്യായനൻ നമ്മുടെ കലാരംഗത്ത് മനോഹരമായ ആദരം അർഹിക്കുന്ന അടയാളമാണ്. ഒരു കലാകാരി ഈ രാജ്യത്തിൻ്റെ ഏറ്റവും അത്യുന്നതമായ തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ, ഭാരതത്തെ വിദേശത്തേക്ക് അറിയിക്കുന്ന ആ ഒരു മഹനീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന, അത്യുന്നത പദവിയിലെത്തിയിരിക്കുന്ന ശ്രേഷ്ഠയായ കലാകാരി. നമുക്ക് അഭിമാനമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കാലത്ത് സോവിയറ്റ് യൂണിയനിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ടിരുന്ന 2 ഇന്ത്യക്കാർ ആര് എന്ന് അന്നൊരു ചർച്ച നടന്നപ്പോൾ, ഒന്ന് തീർച്ചയായും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മറ്റൊന്ന് രാജ് കപൂറും ആയിരുന്നു എന്നുള്ളത് അന്ന് എൻ്റെ ഓർമ്മയിൽ ഇടം പിടിച്ച ഒരു കാര്യമാണ്. ഒരു കലാകാരൻ അധികാരത്തിൻ്റെ പദവികളൊന്നും ഇല്ല എങ്കിൽ പോലും എത്ര വലിയ ആദരമാണ് അർഹിക്കുന്നത് എന്നുള്ളത് കാലം തിരിച്ചറിയേണ്ടതാണ് എന്നുള്ളത് തീർച്ച. അപ്പോൾ നമ്മൾ കപില വാത്സ്യായനൻ്റെ നൃത്ത രൂപങ്ങൾ ആസ്വദിക്കുകയും അതിന് മുമ്പിൽ നമസ്കരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ സംസ്കാരത്തെയാണ് അഭിവാദ്യം ചെയ്യുന്നത് എന്നുള്ള ബോധത്തോടു കൂടി വേണം അത് ചെയ്യേണ്ടത് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഏകതയുടെ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ പുരോഗതിയുടെ അടയാളമായിട്ട് നിൽക്കേണ്ടത് നിശ്ചയമായും നമ്മുടെ മഹാഗ്രന്ഥങ്ങളും അതിനെ ആസ്പദമാക്കി രൂപം കൊണ്ടിട്ടുള്ള വിവിധ കലാരൂപങ്ങളും ആണ് എന്നുള്ളത് തീർച്ച. പ്രാർത്ഥനക്കുട്ടി ഇവിടെ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ, പ്രാർത്ഥന മോളുടെ സ്ഥിരം പ്രാർത്ഥനക്കാരിയാണ് ആയിട്ട് മാറിയിട്ടുണ്ട് മോളിവിടെ. ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ഈ കുരിശ് വരച്ചാലും കുറി വരച്ചാലും കുമ്പിട്ട് നമസ്കരിച്ചാലും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തിരിക്കണോ എന്നെനിക്കൊരു സംശയം ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നു. അടൂർ സാറുമായിട്ട് ഞാനത് പങ്കുവെക്കുകയായിരുന്നു. മഹാകവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ഒരു ചെറിയ കവിതയുടെ ഒരു ഭാഗത്ത് പറയുന്നു, മാനവ പ്രശ്നങ്ങൾ തൻ മർമ്മകോവിതന്മാരെ ഞാനൊരു വെറും സൗന്ദര്യാത്മക കവി മാത്രം. വൈലോപ്പിള്ളിയുടെ പ്രഖ്യാപനമാണ് അത്. മാനവ പ്രശ്നങ്ങൾ തൻ മർമ്മകോവിതന്മാരെ ഞാനൊരു വെറും സൗന്ദര്യാത്മക കവി മാത്രം. കവി ഈ ലോകത്തിന് കൊടുക്കുന്ന മന്ത്രം എന്ന് പറയുന്നത് സൗന്ദര്യമാണ് എന്ന് വൈലോപ്പിള്ളി കവിതയിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അതിനപ്പുറം ഒരു മതം ഇല്ല. ബ്യൂട്ടി ഈസ് റിലീജിയൻ. സംസ്കാരം, സൗന്ദര്യം, അതാണ് മതം എന്ന് കവി പറയുകയാണ്. അതൊരു ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഞങ്ങളെയൊക്കെ വല്ലാതെ പ്രചോദിപ്പിച്ചിട്ടുള്ളൊരു ആശയമാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതുപോലെ നമ്മുടെ നാട് ഈ ലോകത്തോട് പറഞ്ഞത് 2 അല്ല എന്നാണ്. പിന്നെന്താണ്? 1 ആണ്, അദ്വൈതമാണ്. ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ജനിച്ച ഒരു മഹാഗായകൻ വലതുവശത്ത് ഉണ്ട്. 6 കാലത്തിൽ പാടിയിരുന്ന ഷർക്കാല മാരാരുടെ ഇല്ലത്തിനടുത്താണ് എൻ്റെ കുടിൽ എന്ന് എനിക്ക് അഭിമാനിക്കാം നിശ്ചയമായും. അതുപോലെ
വീടിനടുത്തുള്ള മറ്റൊരു പുരാതനമായ തറവാട് ഇല്ലം തീർച്ചയായും ആര്യാമ്പയുടെ മേൽപ്പാഴൂർ ഇല്ലം ആണ്. ആ മേൽപ്പാഴൂർ ഇല്ലത്ത് ആര്യാമ്പയുടെ പുത്രനായിട്ടാണ് മഹാനായ ശങ്കരൻ ജനിച്ചത് എന്നുള്ളത് ഞങ്ങളുടെ നാടിൻ്റെ ഒരു അഭിമാനമായിട്ട് ഞാൻ ഈ തിരുവനന്തപുരത്ത് 19 കൊല്ലം ആയിട്ടും വിടാതെ പിടിച്ച് സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. ഇതൊക്കെ നമ്മുടെ പാരമ്പര്യങ്ങളാണ്. മഹത്തായിട്ടുള്ള നാം നടന്നു നീങ്ങിയ വഴികളിൽ, നമ്മുടെ നടവഴികളിൽ പ്രകാശ സൂര്യനായിട്ട് ജ്വലിച്ചു നിന്നത്, കുളിർകാറ്റായി വന്ന് നമ്മെ തഴുകിയത്, നമ്മെ മുമ്പോട്ട് നയിച്ചത് ഈ തത്വദർശനങ്ങളും അതുപോലെ തന്നെ കലാസിദ്ധികളും ഒക്കെ തികഞ്ഞ പൂർവിക കാലഘട്ടമാണ് എന്ന് ചിത്രമോഹൻ അവിടെ ഇരുന്ന് ചിരിക്കുന്നു. എനിക്കും ഇതിന് അവകാശമുണ്ട് എന്നുള്ള ഒരു മട്ട് തീർച്ചയായും നമ്മുടെ കേരള നടനം കലാകാരിക്ക് ഉണ്ട് എന്നുള്ളതും എനിക്ക് അറിയാം. കുറച്ചങ്ങ് തരുന്നു കേട്ടോ, 3/4 പങ്കും പോക്കറ്റ് ഇട്ടിട്ട് 1/4 ഭാഗം തരാം. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പോൾ കപിലവാത്സ്യായനൻ്റെ നൃത്തരൂപങ്ങൾ പ്രകൃതിയെ ആവിഷ്കരിക്കാൻ തീർച്ചയായും അക്ഷരങ്ങൾ, സ്വരങ്ങൾ, താളം എല്ലാം ചേർന്നിണങ്ങുന്ന മനോഹരമായ ആ രൂപഭംഗികളുടെ ഒരു ആവിഷ്കാരമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ എനിക്കൊരു അത്ഭുതം, ഞാൻ പ്രമോദിനോട് പറയുകയായിരുന്നു, അരുൺ സാറിനോട് ഞാൻ ചോദിച്ചു, എനിക്കറിയില്ലായിരുന്നു രാജാ രവിവർമ്മ 300-ലധികം കവിതകൾ എഴുതിയിട്ടുണ്ട് എന്ന്. ഓർമ്മയുണ്ട് സാറിന്? ഓർമ്മയുണ്ടോ? രവിവർമ്മയുടെ എല്ലാ ചിത്രങ്ങളും കണ്ടിട്ടുണ്ട്. പൂനെയിലെ രവിവർമ്മയുടെ ചിത്രശാലയിലും പോകാനുള്ള ഒരു സൗഭാഗ്യം പലവട്ടം ഞാൻ പോയിട്ടുണ്ട്. അതൊക്കെ കാട് മൂടി കിടക്കുകയാണ്, ആരും നോക്കുന്നില്ല എന്നുള്ളത് എനിക്കൊരു ദുഃഖം. എങ്കിലും അവിടെ പോയിട്ടുണ്ട്. പക്ഷെ ഇത്രയധികം കവിതകൾ രവിവർമ്മ രചിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു പുതിയ വാർത്തയാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് പ്രമോദിനോട് പറയാനുള്ളത്, ഭാരത് ഭവൻ്റെ നേതൃത്വത്തിൽ ഈ കവിതകൾ ശേഖരിച്ച് നമുക്ക് അർഹമായ നിലയിൽ കാലത്തിന് വേണ്ടി സമർപ്പിക്കാൻ ഉള്ള ഒരു തീരുമാനം ഉണ്ടാവണം എന്ന് നിങ്ങളെല്ലാം റോബിനെയൊക്കെ മുമ്പ് നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്. രാധാകൃഷ്ണനുണ്ട്, എല്ലാ നമ്മുടെ ഭാരത് ഭവൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആളുകളെല്ലാവരും കൂടെ ചേർന്നിട്ട് നടത്തണം. നമ്മളുമൊക്കെ അതിൻ്റെ കൂടെ കൂടാം എന്നുള്ളതാണ്. കാരണം രാജാ രവിവർമ്മ നമ്മുടെ വർണ്ണചാരുതയാർന്ന സംസ്കാര വിശേഷത്തിൻ്റെ അഭിമാനമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ കോവിലകമായിട്ട് എനിക്ക് കുറച്ചൊരു ബന്ധമുണ്ട്. അവിടുത്തെ കുട്ടികൾ പലരും നമ്മുടെ വിദ്യാർത്ഥികൾ ആയിരുന്നു. കിളിമാനൂർ കോവിലകത്തെ കുട്ടികളെ ഒത്തിരി എണ്ണത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. 1, 2, 3, 4 ഇട്ട് എനിക്ക് ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കുട്ടികൾ കിളിമാനൂരിൽ നിന്ന് നമുക്കുണ്ട്. അപ്പോൾ കോവിലകത്തിൻ്റെ സപ്പോർട്ട് എന്ത് വേണം നമുക്ക് സംഘടിപ്പിക്കാം. വേണ്ടി വന്നാൽ, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും രാജാ രവിവർമ്മയുടെ കവിതകൾ നമുക്ക് ശേഖരിക്കണം തീർച്ചയായും. അതുപോലെ ഇവിടെ ഭാരത് ഭവനെക്കുറിച്ചൊരു ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞോളട്ടെ. എനിക്ക് വലിയ അഭിമാനമുള്ള ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ്, ഒരു സംഭവമാണ് ഇത് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഏത് നമ്മുടെ സാംസ്കാരിക വേദിയേക്കാളും പ്രധാനം ഭാരത് ഭവനാണ് എന്ന് നിസ്സംശയം പറയാം. കുറേ കൂടി ഇത് ശ്രദ്ധ അർഹിക്കുകയും ആദരം അർഹിക്കുകയും ചെയ്യേണ്ട ഒന്നാണ്. കാരണം നമ്മുടെ കലയും സംസ്കാരവും പ്രദാനം ചെയ്യാനും മറ്റുള്ള രാജ്യത്തു നിന്ന് സംഭവിക്കുന്ന മഹത്തായിട്ടുള്ള കലാ സാംസ്കാരിക പ്രസ്ഥാനങ്ങളെ മുഴുവൻ സ്വീകരിക്കുവാനും ഉള്ള വേദിയാണ് കലാവിനിമയ വേദിയെന്നോ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ ഏകോപന വേദി എന്നോ ഒക്കെ പറയാവുന്ന വിധത്തിലുള്ള ഏറ്റവും മഹത്തായ പ്രസ്ഥാനമാണ് ഭാരത് ഭവൻ. ഇത് ഭാരത് ഭവനാണ്, അല്ലാതെ അല്ല. ഇതിൻ്റെ ആകാശം വളരെ വലുതാണ്, ഇതിൻ്റെ ഭൂമി വളരെ നനവുള്ളതാണ്, ഈ പ്രകൃതി സുന്ദരിയാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ട് ഭാരത് ഭവൻ നമ്മുടെ എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയോ പ്രസ്ഥാനങ്ങളുടെയോ ഒക്കെ തിലകക്കുറിയായിട്ട് നിൽക്കുന്നതാണ് എന്ന ബോധ്യത്തിലാണ് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. തീർച്ചയായും പത്മവിഭൂഷൺ ഡോക്ടർ കപിലവാത്സ്യായനൻ്റെ ആ പേരിലുള്ള ക്ലാസിക്കൽ ഫെസ്റ്റ് 2023 ലോഗോ ഇവിടെ പ്രകാശനം ചെയ്യുന്നു. അതുപോലെ നമുക്ക് ഏറ്റവും ആദരണീയനായ, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന രാജാ രവിവർമ്മയെ ഇവിടെ അനുസ്മരിക്കുന്നു. ഈ മഹാസമ്മേളനത്തിൽ വന്ന് സംബന്ധിക്കുന്നതിന് ഒരു അവസരം എളിയവനായ എനിക്ക് തന്ന ഭാരത് ഭവൻ്റെ പ്രവർത്തകരെ ഞാൻ നന്ദിപൂർവ്വം നമസ്കരിക്കുന്നു.
നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഏതാനും വാക്കുകൾ ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഓണക്കൂർ സാറിൻ്റെ എന്നും പോലത്തെയുള്ള സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് ഒരുപാട് നന്ദി. ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും സ്ഥലം MLA-യും അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയ്ക്ക് നിരവധി പ്രോത്സാഹനങ്ങളും നൽകി വരുന്ന അഡ്വക്കേറ്റ് ആന്റണി രാജു സാറാണ്. അദ്ദേഹത്തെ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിനായി ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും ക്ഷണിക്കുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ എൻ്റെ അധ്യാപകൻ കൂടിയായ, അത് പറഞ്ഞാൽ അത് പൂർണ്ണമാവുള്ളൂ, ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ, ഈ വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത പത്മഭൂഷൺ അടൂർ ഗോപാലകൃഷ്ണൻ സാർ, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തും ലോകത്തെ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ നാം എല്ലാം അഭിമാനം കൊള്ളുന്ന ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി അവർകളെ, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ നീന പ്രസാദ്, ശ്രീമതി മാർഗി ഉഷ, ഗുരു ജയപ്രഭ മേനോൻ, ഡോക്ടർ വിന്ദുജ മേനോൻ, ശ്രീ പ്രമോദ് പയ്യന്നൂർ സെക്രട്ടറി, ശ്രീ റോബിൻ സേവിയർ, ശ്രീ എസ് രാധാകൃഷ്ണൻ, ഈ പ്രൗഢഗംഭീരമായ സദസ്സിൽ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്ന പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, കലാസ്നേഹികളെ, മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഡോക്ടർ കപില വാത്സ്യായൻ്റെയും രാജാ രവിവർമ്മയുടെയും ഓർമ്മകളെ സമന്വയിപ്പിക്കുന്ന ഒരു വലിയ സംഗമ ആവിഷ്കാരമാണ് ഒരുപക്ഷെ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കപില വാത്സ്യായൻ്റെ പേരിലുള്ള ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റ് ഇവിടെ അവതരിപ്പിക്കുന്ന നൃത്താവിഷ്കാരമാണെങ്കിൽ രാജാ രവിവർമ്മയുടെ അപൂർവ കവിതകൾ അവലംബിച്ചുള്ള ഹിരൺമയം. അപ്പോൾ ഇത് രണ്ടും കൂടെ സമന്വയിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്
ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഗവൺമെൻറ് 100 കർമ്മദിന പരിപാടികളുടെ ഭാഗമായി സാംസ്കാരിക വകുപ്പ് നേതൃത്വം കൊടുത്തുകൊണ്ട് നടക്കുന്ന ഒരു വൈവിധ്യങ്ങളാർന്ന പരിപാടികളുടെ ഒരു അധ്യായമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സാംസ്കാരിക വകുപ്പിൻ്റെ പ്രഗത്ഭനായ മന്ത്രിയുമായ ശ്രീ സജി ചെറിയാനാണ് ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. ഓണക്കൂർ സാർ പറഞ്ഞതുപോലെ ഞാനും യാദൃച്ഛികമായിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടകനായത്. പക്ഷേ നമ്മുടെ അടൂർ സാറൊക്കെ ഇരിക്കുന്ന വേദിയിൽ യഥാർത്ഥത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് സാറിനെ പോലെയുള്ള അപൂർവ വിശിഷ്ട വ്യക്തിത്വങ്ങൾ തന്നെ ആണ്. അതുകൊണ്ടാണ് ഞാൻ തിരിതെളിക്കുമ്പോൾ സാറിൻ്റെ കൈപിടിച്ച് രണ്ടുപേരും ഒന്നിച്ച് ഞങ്ങൾ തിരിതെളിച്ചത്. ഏതായാലും വളരെ ധന്യമായ ഒരു മുഹൂർത്തമാണിത്. കാരണം കേരളത്തിൻ്റെ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളുടെ ഒരു സാന്നിധ്യത്തിലാണ് ഈ ഡാൻസ് ഫെസ്റ്റ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പരിപാടിയുടെ യശസ് എത്രയോ ഉയർന്നിരിക്കുന്നു എന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. ഡോക്ടർ കപില വാത്സ്യായൻ്റെ സ്മരണകളെ അയവിറക്കുവാനും പുതിയ തലമുറയ്ക്ക് കമല വാത്സ്യായനെക്കുറിച്ച് പരിചയപ്പെടുത്തുവാനും ആ സ്മരണകൾ നിലനിർത്തുവാനും കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പരിപാടിയായിട്ട് വേണം നമുക്കിതിനെ കാണാൻ. മൺമറഞ്ഞുപോയ മഹാപ്രതിഭകളെ സ്മരിക്കുവാൻ, അവരുടെ സ്മരണകൾ നിലനിർത്തുവാൻ, അവരുടെ സംഭാവനകൾ നമ്മുടെ രാജ്യത്തിന് നൽകിയ നേട്ടങ്ങളെക്കുറിച്ച് ഓർക്കുവാൻ, അങ്ങനെ പുതിയ തലമുറയ്ക്ക് പ്രകാശം പകരുവാൻ ഇതുപോലെയുള്ള പരിപാടികളിലൂടെ മാത്രമേ കഴിയൂ എന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. കപില വാത്സ്യായനെക്കുറിച്ച് എത്രയോ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ കഴിയും നമുക്കെല്ലാം. ഡോക്ടർ ഓണക്കൂർ സാർ തന്നെ ഏതാനും ഏടുകൾ ഇവിടെ മറിക്കുകയുണ്ടായി. ഇന്ത്യൻ ക്ലാസിക്കൽ കലാക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ പതാക വാഹകയായിരുന്നു ഡോക്ടർ കപില വാത്സ്യായൻ എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇന്ത്യൻ ക്ലാസിക്കൽ കലാരൂപങ്ങളുടെ അംബാസഡറായി അറിയപ്പെട്ടിരുന്ന ഡോക്ടർ കപില വാത്സ്യായൻ അങ്ങനെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ സ്ത്രീകളുടെ ഒരു പ്രതീകമായിട്ടാണ് ഡോക്ടർ അറിയപ്പെട്ടിരുന്നത്. രാജ്യസഭാംഗമായി പ്രവർത്തിക്കുമ്പോൾ കേരളത്തോട് കാണിച്ച പ്രത്യേക താല്പര്യം നമുക്ക് അറിയാൻ കഴിയും. കോട്ടയത്തെ ഒരു ഗ്രാമത്തിൽ രാജ്യസഭാ MP ആയിരിക്കുമ്പോൾ 1,15,00,000 രൂപ നൽകിക്കൊണ്ട് കേരളത്തോട് കാണിച്ച സ്നേഹം, വാത്സല്യം, അത് കേരളീയരോടുള്ള ഡോക്ടറുടെ കപില വാത്സ്യായൻ്റെ ഒരു പ്രത്യേക കരുതൽ എന്ന് നമുക്ക് വേണമെങ്കിൽ കാണുവാൻ കഴിയും. അങ്ങനെ കേരളവുമായി അടുത്ത ബന്ധം, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ കലാവൈവിധ്യങ്ങളെക്കുറിച്ചുള്ള വളരെ ഗഹനമായ ആഴത്തിലുള്ള പഠനവും നടത്തിക്കൊണ്ട് അതിനുശേഷം ഒരു പുസ്തകം തന്നെ ദ ആർട്ട് ഓഫ് കേരള ക്ഷേത്രം എന്ന പേരിലൊരു പുസ്തകം തന്നെ രചിച്ചുകൊണ്ട് കേരളത്തിൻ്റെ കലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ഉള്ള അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുവാൻ, അതൊന്നും ചരിത്രത്തിൻ്റെ ഭാഗമായി നിലനിർത്തുവാൻ കാണിച്ച താല്പര്യം കൊണ്ട് തന്നെ കപില വാത്സ്യായനോട് കേരളീയർക്ക്, മലയാളികൾക്ക് പ്രത്യേകമായ കടപ്പാടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു തീർത്ഥാടന യാത്ര പോലെ കേരളത്തിലുടനീളം സഞ്ചരിച്ചുകൊണ്ടാണ് ഡോക്ടർ കപില ഈ പുസ്തകത്തെ സാഹിത്യ ലോകത്തിന് സമ്മാനിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തെ ഏറെ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്കെല്ലാം അഭിമാനത്തോടെ പറയുവാൻ കഴിയും. പ്രശസ്ത കലാചിത്രകാരിയായിരുന്നു. അങ്ങനെ കലാലോകവുമായി ആത്മബന്ധം പുലർത്തിയ ഒരു മഹത് വ്യക്തിയുടെ ഓർമ്മ, അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മുടെ ഭാരത് ഭവൻ കാണിക്കുന്ന താല്പര്യം, അതിനെ അർത്ഥവത്താക്കാൻ നടത്തുന്ന പരിപാടികൾ, ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും മാതൃകാപരമാണ്. ഭാരത് ഭവൻ ഏറ്റെടുക്കുന്ന പരിപാടികൾ സാംസ്കാരിക കേരളത്തിന് അതിൻ്റെ നല്ല അധ്യായങ്ങളെ എഴുതി ചേർക്കാൻ കഴിയുന്ന നിരവധി പരിപാടികൾ എന്നും ഏറ്റെടുത്തുകൊണ്ട് മൺമറഞ്ഞുപോയ വ്യക്തിത്വങ്ങളെ ആദരിക്കുവാൻ, കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രതിഭകളെ പരിചയപ്പെടുത്തുവാൻ,
മൺമറഞ്ഞു പോകുമായിരുന്ന കലാരൂപങ്ങളെ ഇന്നും കേരള മനസ്സിൽ, ജനമനസ്സിൽ നിറച്ചു നിർത്താൻ ഒക്കെ കാണിക്കുന്ന അഭിനിവേശം തീർച്ചയായിട്ടും ഭാരത് ഭവൻ്റെ യശസ് ഇവിടെ സാറ് സൂചിപ്പിച്ച പോലെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സാംസ്കാരിക കേരളത്തിന് ഭാരത് ഭവൻ നൽകുന്ന സംഭാവനകളുടെ ഒരു ചിത്രം മാത്രമാണ് ഇന്നിവിടെ നടക്കുന്ന ഈ പരിപാടി. ഇവിടെ നിരന്തരമായി വൈവിധ്യമാർന്ന പരിപാടികളുടെ ഒരു കേന്ദ്ര ബിന്ദുവായി നമ്മുടെ ഭാരത് ഭവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ പരിപാടികൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇവിടെ നിരവധി വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യവും, വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യവും, അവരുടെ വാക്കുകളും, നല്ല വാക്കുകളും, അതോടൊപ്പം തന്നെ നല്ലൊരു നൃത്താവിഷ്കാരവും ആസ്വദിക്കുവാനുള്ള നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെ ഞാൻ അപഹരിക്കുന്നില്ല. ഈ പരിപാടി ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനു വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രചോദനം നിറഞ്ഞ വാക്കുകൾക്ക് നന്ദി. ഇനി ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയും പ്രശസ്ത നാടക ചലച്ചിത്ര സംവിധായകനുമായ ശ്രീ പ്രമോദ് പയ്യന്നൂർ കപില വാത്സ്യായൻ്റെ നാമത്തിലുള്ള പ്രഥമ ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തോത്സവത്തിൻ്റെയും തുടർ പദ്ധതികളുടെയും പ്രവർത്തന റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിൽ സർവാദരണീയനായ അടൂർ സാറ് ഇരിക്കുന്നു. മറ്റ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആദരണീയനായ എല്ലാ രീതിയിലും പ്രചോദനം നൽകുന്ന പ്രിയപ്പെട്ട ആൻ്റണി രാജു സാർ, അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ മാർഗദർശി കൂടിയായ ജോർജ് ഓണക്കൂർ സാർ, ഇവരുടെയൊക്കെ മുന്നിൽ ഇവിടെ അതുപോലെ തന്നെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ സൂര്യകൃഷ്ണമൂർത്തി സാറൊക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് ദീർഘിപ്പിച്ച് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കുന്നു. എങ്കിലും കപില വാത്സ്യായൻ എന്ന് പറയുന്ന പത്മവിഭൂഷൺ ഡോക്ടർ കപില വാത്സ്യായൻ എന്ന് പറയുന്ന അനുഗ്രഹീത കലാകാരിയെ, അനശ്വര കലാകാരിയെക്കുറിച്ച് രണ്ടു വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം മൗനം ഒരു മുദ്രയാണ് എന്ന് നൃത്തത്തെക്കുറിച്ച് പറഞ്ഞ, നൃത്തത്തിനെ അത്രത്തോളം ഉപാസിച്ച, ആഴത്തിൽ കണ്ടറിഞ്ഞ വ്യക്തിത്വമാണ് കപില വാത്സ്യായൻ. നമ്മുടെ കൂടിയാട്ടം പോലുള്ള കലകളെ യുനെസ്കോയുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ ആ കലകളെ അതിൻ്റെ പ്രത്യേകതയെ അറിയിക്കുകയും ഒക്കെ ചെയ്ത ഇന്ത്യൻ കലകളുടെ അംബാസിഡർ എന്ന് വിശേഷിപ്പിക്കാവുന്ന കപില വാത്സ്യായൻ അന്തരിച്ചപ്പോൾ സത്യത്തിൽ ഇന്ത്യയിലെ മറ്റിടങ്ങളിലൊക്കെ കപില വാത്സ്യായൻ ആരെയൊക്കെയോ സഹായിച്ചു, ഏതൊക്കെ ഇടങ്ങളിൽ, ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ കലാരൂപങ്ങൾ ഏറ്റവും ശക്തമായിട്ട് ലോകശ്രദ്ധയിലേക്ക് എത്തിച്ചു എന്നൊന്നും നോക്കാതെ കപില വാത്സ്യായനെ വേണ്ട രീതിയിൽ ആദരിക്കാൻ വേണ്ടിയിട്ട് അവർക്കുചിതമായിട്ടുള്ള ഫെസ്റ്റിവൽസോ അത്തരം കാര്യങ്ങളോ വേണ്ട രീതിയിൽ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ മറ്റ് സാംസ്കാരിക സ്ഥാപനങ്ങൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ള വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി നാഷണൽ സെൻറ്റർ ഫോർ ആർട്സിൽ നിന്നും നമ്മുടെ ഈ ഫെസ്റ്റിവൽ, നമ്മൾ ഈ കോവിഡ് കാലത്താണ് കപില വാത്സ്യായൻ്റെ പേരിലുള്ള 11 ദിനങ്ങളിലായി നടന്ന ഇന്ത്യയിലെ 13ഓളം ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ, അതിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട വ്യക്തിത്വങ്ങൾ, ആചാര്യന്മാർ, ആചാര്യകൾ, പത്മശ്രീയും പത്മവിഭൂഷണും ഒക്കെ നേടിയിട്ടുള്ള വ്യക്തിത്വങ്ങളായിരുന്നു അന്ന്. നമ്മൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് പറഞ്ഞ് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ന രീതിയിൽ ഇത്ര ക്യാമറകൾ വെച്ച് ചിത്രീകരിക്കണമെന്ന് ഓരോരുത്തരോടും അഭ്യർത്ഥിച്ച്, അന്ന് കോവിഡ് കാലമായതുകൊണ്ട് തന്നെ കത്തെഴുതാനും മെസ്സേജ് അയക്കാനും ഒക്കെ സൗകര്യങ്ങളുണ്ടായിരുന്നു. എല്ലാവരും അത് കപില വാത്സ്യായൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തിന് വേണ്ടി, ഇന്ത്യൻ കലകളുടെ, ലോക കലകളിലെയൊക്കെ അത്രത്തോളം ഉപാസിച്ച ഒരു വലിയ വ്യക്തിത്വത്തിന് വേണ്ടി അനുസരിച്ചു. അതിൻ്റെ വിജയമായിരുന്നു 11 ദിനങ്ങളായിട്ട് നീണ്ടു നിന്ന കപില വാത്സ്യായൻ ഫെസ്റ്റിവൽ. അത് ഒരുപാടിടങ്ങളിൽ സുനിൽ കോത്താരിയെ പോലെയൊക്കെയുള്ള വിഖ്യാതരായിട്ടുള്ള, കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പേ അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെയൊക്കെ ഓരോ കലകളിലും, ഈ 13 കലകളിലും നൃത്തരൂപങ്ങളിലും കാലോചിതമായിട്ട് അതിനെ പരിഷ്കരിച്ച, സംഭാവനകൾ അർപ്പിച്ച വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ അവരെക്കുറിച്ചിട്ടുള്ള അനുസ്മരണ പ്രഭാഷണങ്ങൾ, ഓരോ വ്യക്തിത്വങ്ങളെക്കുറിച്ചുമുള്ള ഡോക്യുമെൻ്ററികൾ, അതോടൊപ്പം തന്നെ ഈ രംഗത്തുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ അവതരിപ്പിക്കുന്ന ഡെമോൺസ്ട്രേഷനുകൾ. നമ്മുടെ ക്യൂറേറ്റർമാരൊക്കെ വലിയ ശ്രദ്ധ നേടിയ, നൃത്തരംഗത്ത് വളരെ ശ്രദ്ധേയരായിട്ടുള്ള വ്യക്തിത്വങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മേൽനോട്ടത്തിൽ വളരെ ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ ഓരോ കലാരൂപത്തെയും നൃത്തരൂപത്തെയും വിലയിരുത്തി ഭാരത് ഭവൻ്റെ
കമ്മിറ്റി മെമ്പറായിട്ടുള്ള അനിൽകുമാർ സാർ അടക്കമുള്ള വ്യക്തിത്വങ്ങൾ. അനിൽ സാർ നമ്മൾ എപ്പോഴും അനിൽ സാർ ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, മുന്നിലിരിക്കുകയാണ്. ഞാൻ അനിൽ മാഷെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം എവിടെ നൃത്തമുണ്ടെങ്കിലും അവിടെ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫിയുമായി പോയിട്ട് അതിൻ്റെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ പകർത്തി ആ നർത്തകിക്കോ നർത്തകനോ അയച്ചു കൊടുക്കുക. അതിൽ വേറൊന്നുമില്ല, അവരെ പ്രോത്സാഹിപ്പിക്കുക. അനിൽ സാറ് ഔദ്യോഗികപരമായിട്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലൊക്കെ വലിയ പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഒരു കലോപാസകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പേരുടെ കൂടിച്ചേരലുകൾ, റോബിൻ സേവ്യർ ആയാലും അതുപോലെ തന്നെ നീന പ്രസാദ് ടീച്ചറായാലും രാജശ്രീ വാര്യർ ടീച്ചറായാലും ഒരുപാട് പേര്, അതുപോലെ തന്നെ കൽക്കത്തയിലെയും മറ്റ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലെയും വിഖ്യാതരായിട്ടുള്ള നർത്തകന്മാരുടെ ക്യൂറേറ്റേഴ്സ് അടങ്ങിയ സംഘമായിരുന്നു കഴിഞ്ഞ വർഷം ഈ പ്രോഗ്രാമുകളൊക്കെ തിരഞ്ഞെടുത്തത്. അത് നമ്മൾ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഈ കോവിഡ് സമയത്ത് അത് തുടങ്ങിയത് തന്നെ പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ ട്രാൻസ് വുമൺ ഡോക്ടർ നർത്തകി നടരാജിൻ്റെ നൃത്തത്തോടു കൂടിയിട്ടായിരുന്നു. അങ്ങനെ പിന്നെ പത്മഭൂഷൺ VP ധനഞ്ജയൻ മാഷ്, ശാന്താ ധനഞ്ജയൻ മാഷ്, അങ്ങനെയുള്ള ഒരുപാട് പേരുടെ നൃത്ത അവതരണങ്ങൾ പല സമയങ്ങളിലായിട്ടുണ്ടായിരുന്നു. കൽക്കത്തയിലെ ശാന്തിനികേതനിലുള്ള വിദ്യാർത്ഥിനികളുടെ അവതരണങ്ങൾ എല്ലായിടങ്ങളിലെയും 13 ക്ലാസിക്കൽ നൃത്ത കലാരൂപങ്ങളുടെ മനോഹരമായിട്ടുള്ള അവതരണങ്ങളും കപില വാത്സ്യായനുള്ള ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ വളരെ ശ്രദ്ധേയമായ രീതിയിൽ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു. അതിൽ നിന്ന് നേടിയെടുത്ത ഊർജം ലോക മലയാളികളുടെ മുന്നിലേക്കും ഇന്ത്യൻ കലാസ്വാദകർക്കിടയിലേക്കും ഓൺലൈനിലൂടെ ആ കലാപരിപാടികൾ എത്തിയെങ്കിൽ, ആ നൃത്തവിരുന്ന് എത്തിയെങ്കിൽ, അതിനെ തുടർന്ന് ഈ കാലത്ത് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ കോവിഡ് വിട്ടുമാറിയ ഒരു സാഹചര്യത്തിൽ വീണ്ടും കോവിഡിൻ്റെ പിടിമുറുക്കം അങ്ങിങ്ങായി വരുന്നു. അതൊന്നും കൂടുതൽ മറ്റുള്ള രീതിയിലേക്ക് വ്യാപിക്കില്ല എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ആരംഭിക്കുന്നത് 10 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന കപില വാത്സ്യായൻ്റെ പേരിലുള്ള ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തോത്സവത്തിൻ്റെ കാര്യങ്ങളാണ്. ഓരോ ദിനങ്ങളിലും വളരെ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ, കഴിഞ്ഞ വർഷം പറഞ്ഞതിനേക്കാളും വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ആരാധ്യനായിട്ടുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി നേരത്തെ ആന്റണി രാജു സാർ പറഞ്ഞതുപോലെ സാംസ്കാരിക രംഗത്തെ ഏറ്റവും ചടുലവും ആർജവുമുള്ളതാക്കി തീർക്കുന്ന ഇടപെടലാണ് അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ വർഷം ഇത് ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചു, ഓൺലൈനിലൂടെ അത് വളരെ ശ്രദ്ധയെ ആകർഷിച്ചു, അത് നിങ്ങൾ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്തു. ഈ വർഷത്തെ നടത്തിപ്പിലൂടെ അത് ഓൺലൈനായും നേരിട്ടും കാണാവുന്ന രീതിയിൽ ഇന്ത്യയിലെ വിഖ്യാതരായിട്ടുള്ള നർത്തകന്മാരുടെ പ്രകടനങ്ങൾ, അവരുടെ ആത്മപ്രകാശനങ്ങൾ വളരെ വൈവിധ്യമാർന്ന രീതിയിൽ ഏറ്റവും കൃത്യതയോടുകൂടി നിറവേറ്റുന്നതിലൂടെ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു നൃത്തോത്സവമായി ഇത് മാറ്റിയെടുക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമുണ്ട്. അദ്ദേഹം നമ്മുടെ ചെയർമാൻ കൂടിയാണ്. ഇന്നിവിടെ എത്തിച്ചേരാൻ അദ്ദേഹം വൈകും എന്നുള്ളത് കൊണ്ട് ആന്റണി രാജു സാർ ഇവിടെ എത്തി എന്ന് വിളിച്ചറിയിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യട്ടെ, കാത്തിരിക്കേണ്ട, കാരണം ഇത് കഴിഞ്ഞാൽ രാജാ രവിവർമ്മയുടെ കവിതകളെ അവലംബിച്ചുകൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ദൃശ്യാവിഷ്കാരമുണ്ടല്ലോ, അത് കാണാൻ ആൾക്കാർ കാത്തിരിക്കുകയാകുമെന്ന്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സജി ചെറിയാൻ സാറ് പറഞ്ഞത് ഇവിടെ നൃത്തം അവതരിപ്പിക്കുന്ന ഗായത്രി മധുസൂദൻ എന്ന് പറയുന്ന നർത്തകിയെ ഇതിൻ്റെ ആദ്യത്തെ ദിവസമോ ഈ 10 ദിനങ്ങളിൽ ഏതെങ്കിലും ഓഗസ്റ്റിൽ നടക്കുന്ന ഫെസ്റ്റിവലിലോ വിളിച്ച് ആദരിക്കണം, അപ്പോൾ ഞാൻ അവരെ ആദരിക്കും എന്നുള്ള വാക്കുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വൈകാതിരിക്കാനാണ് നേരത്തെ അദ്ദേഹത്തിനെ കാത്തിരിക്കാതെ ആരാധ്യനായിട്ടുള്ള ആന്റണി രാജു സാർ അത് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ ഭാരത് ഭവൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയായിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. രാജാ രവിവർമ്മയുടെ 175-ാം ജന്മദിനമാണ് ഈ വരുന്ന ലോക നൃത്ത ദിനമായിട്ടുള്ള ഏപ്രിൽ 29-ന്. കവിതകളിൽ വാങ്മയ ചിത്രങ്ങളിലൂടെ ചിത്രങ്ങൾ വരച്ച ഒരു വലിയ മനസ്സ് രാജാ രവിവർമ്മയ്ക്കുണ്ടായിരുന്നു. 500ഓളം കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നും അത് സംസ്കൃതത്തിലും മണിപ്രവാളത്തിലും മലയാളത്തിലുമൊക്കെ എഴുതിയ കവിതകൾ. ആ കവിതയിൽ നിന്ന് അപൂർവമായിട്ടുള്ള ചില കാര്യങ്ങൾ കണ്ടെടുക്കുക. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിനോദ് മങ്കരയുടെ അദ്ദേഹത്തിൻ്റെ കൂടി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കവിതകൾ അത് സെലക്ട് ചെയ്ത് ഗായത്രി മധുസൂദൻ എന്ന് പറയുന്ന നർത്തകി അതിൽ വളരെ കാലങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇവിടെ ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. അതിൽ സുബ്രഹ്മണ്യ ഭാരതി ആദരണീയനായിട്ടുള്ള രാജാ രവിവർമ്മ അന്തരിച്ചപ്പോൾ ഒരു കവിത എഴുതിയിരുന്നു രാജാ രവിവർമ്മയെ അനുസ്മരിച്ചുകൊണ്ട്. ആ കവിതയുടെ ഭാഗങ്ങൾ കൂടി സംഗീതം ചെയ്തുകൊണ്ട് ഇവിടെ നൃത്താവിഷ്കാരമായിട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രകാരൻ ലോക നിലവാരത്തിലേക്ക്
ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രീതിയിൽ മലയാളത്തിൻ്റെ തനിമയെയും അതിനുശേഷം പാശ്ചാത്യ രീതിയിലുള്ള ചിത്രകലയുടെ ശൈലിയെയും ഉൾക്കൊണ്ടുകൊണ്ട് ലോകോത്തര നിലവാരത്തിലേക്ക് ചിത്രകലയെ ഉയർത്തിയ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ മുറുകെ പിടിച്ചുകൊണ്ട് മലയാളത്തിൻ്റെ കലകളെ അത്രമാത്രം ഇഷ്ടപ്പെട്ട കപിലവാത്സ്യായൻ എന്ന് പറയുന്ന വിഖ്യാത വ്യക്തിത്വത്തിന് ഓർമ്മയായിട്ട് ഈ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അതിൻ്റെ കർട്ടൻ റൈസറിന് വേണ്ടിയിട്ട് ഏറ്റവും ഉചിതമാവുക രാജാരവിവർമ്മയെ ഓർത്തുകൊണ്ടുള്ള നൃത്താവിഷ്കാരമാകുമെന്ന് നമ്മൾ കൂട്ടായിട്ട് ആലോചിച്ചതാണ്. ആദരണീയനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സർവാദരണീയനായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ സാർ എപ്പോഴും ഇതിൻ്റെ തുടക്കത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതിനെക്കുറിച്ച് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ സന്ദേശത്തിലൂടെയായിരുന്നു നമ്മൾ ആ ഓൺലൈൻ ഫെസ്റ്റ് തുടങ്ങിയത്. എപ്പോഴും നമ്മൾ ഗോത്രകലകൾ ചെയ്യുമ്പോഴും നാടൻ കലകൾ ചെയ്യുമ്പോഴും മറ്റ് കലാരൂപങ്ങൾ എന്തും ചെയ്യുമ്പോഴും അതിങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യരുത് എന്ന് നമ്മളോട് മാർഗദർശനം തരുന്ന ആദരണീയനായിട്ടുള്ള അടൂർ സാർ ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെയും മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളുടെയും സദസ്സിലെ വളരെ ശ്രദ്ധേയരായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെയും സമയം ഞാൻ അപഹരിക്കുന്നില്ല. ഓഗസ്റ്റിൽ നടക്കുന്ന കപിലവാത്സ്യായൻ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിൻ്റെ പരിപൂർണ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. കാരണം ഇവിടെ ഇരിക്കുന്നവർ കലാരംഗത്തും സാഹിത്യരംഗത്തും, സുജ ടീച്ചറൊക്കെ സദസ്സിൽ ഇരിക്കുന്നുണ്ട്, ഒരുപാട് നർത്തകിമാർ സദസ്സിലുണ്ട്, വളരെ വിഖ്യാതരായിട്ടുള്ള അധ്യാപകരും വിവിധ മേഖലകളിലുമുള്ളവരുണ്ട്. എല്ലാവരും ഒത്തുചേർന്ന് കപിലവാത്സ്യായൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ ഓർമ്മകളെ മുറുകെ പിടിക്കുന്ന ഫെസ്റ്റിവലിന് ഒത്തുചേരണം, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നൽകണം. 10 ദിനങ്ങളായി നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ ഓഗസ്റ്റിൽ ഏറ്റവും വിപുലമായ രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ദേശീയ തലത്തിലല്ല അന്തർദേശീയ തലത്തിലേക്ക് കൊണ്ടുപോകാവുന്നൊരു ഫെസ്റ്റിവലായി ഈ ഉത്സവത്തെ മാറ്റണം, നൃത്തോത്സവത്തെ മാറ്റാൻ നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം സവിനയം സ്നേഹാദരം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹം, നന്ദി, നന്മ. ഇനി അടുത്തതായി ഈ ദിനത്തിൻ്റെ സുപ്രധാന കർമ്മമാണ് നടക്കുന്നത്. പത്മവിഭൂഷൺ ഡോക്ടർ കപിലവാത്സ്യായൻ്റെ നാമത്തിലുള്ള 2ാമത് ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തോത്സവത്തിൻ്റെ ലോഗോ പ്രകാശന ചടങ്ങാണ്. ഇത് നിർവഹിക്കുന്നതിനായി ലോകപ്രശസ്ത ചലച്ചിത്രകാരനും കേരളത്തിൻ്റെ അഭിമാനവും ഭാരത് ഭവൻ്റെ മാർഗദർശിയുമായ ശ്രീ അടൂർ സാറിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ലോഗോ ഏറ്റുവാങ്ങുന്നതിനായി ഡോക്ടർ ജോർജ് ഓണക്കൂറിനെയും ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ഇതോടൊപ്പം തന്നെ നൃത്തോത്സവത്തിന്റെ ലോഗോ ആനിമേഷൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട അടൂർ സാറിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ഈ ഒരു അവസരത്തിൽ നമ്മളോട് സംസാരിക്കുന്നതിനായി അടൂർ സാറിനെ സ്നേഹാദരത്തോടെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട
അധ്യക്ഷൻ ശ്രീ ഡോക്ടർ ജോർജ് ഓണക്കൂർ, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ആൻ്റണി രാജു, വേദിയിൽ ഇരിക്കുന്ന മഹാകലാകാരികളെ, കലാകാരന്മാരെ, സദസ്സിലെ പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, ഇനി ഞാനൊരു പ്രസംഗം ചെയ്തുകൂടാ. കാരണം വേണ്ട പ്രസംഗങ്ങൾ കഴിഞ്ഞു, നല്ല പ്രസംഗങ്ങൾ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രി മനോഹരമായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഡോക്ടർ ഓണക്കൂർ, ഇതിനും പുറമെയാണ് പ്രമോദ് പയ്യന്നൂർ മനോഹരമായിട്ട് ഈ പരിപാടികളെപ്പറ്റി സംസാരിച്ചത്. എനിക്കൊരു സ്പേസ് ഇല്ല, ഇനി സ്പേസ് നഷ്ടപ്പെട്ട മുമ്പ് നിൽക്കുന്നത്. പക്ഷെ അത് നന്നായി. കാരണം പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞ ഒരു സദസ്സ്. ഇനി വേണ്ടത് ശരിക്കും നൃത്തം നമുക്ക് കാണുക എന്നുള്ളതാണ്. ഈ വളരെ പ്രധാനപ്പെട്ട നൃത്താവിഷ്കാരമാണ് നടക്കുന്നത്. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണ്. എനിക്ക് അല്പം പരിചയമുണ്ടായിരുന്നു ഇവരുമായിട്ട്. കപില വാത്സ്യായനുമായിട്ട് അവരെപ്പറ്റി ഞാൻ ആദ്യം കേൾക്കുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ പ്രശസ്ത നാടകകൃത്ത് പ്രൊഫസർ ജി ശങ്കരപിള്ള സാറ് അവരുമായിട്ട് വളരെ ഒരു ബൗദ്ധിക തലത്തിൽ അവരുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു. സാറ് ഇവരെപ്പറ്റി ഒരുപാട് സംസാരിക്കുന്നത് കേട്ട് എനിക്കിവരെ കാണണമെന്നും അറിയണമെന്നും ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നടന്നിട്ടില്ല. ഇത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇന്ദിരാഗാന്ധി നാഷണൽ സെൻറ്റർ ഫോർ ദി ആർട്സിലെ ഒരു ട്രസ്റ്റിയായിട്ട് എന്നെ അവർ നിയമിച്ചു. ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഇവരുമായിട്ട് നേരിട്ട് പരിചയപ്പെടാനും അറിയാനും ഒക്കെ ആയിട്ടൊരവസരം ഉണ്ടായി. എനിക്കെപ്പോഴും വലിയ അങ്ങേയറ്റം ബഹുമാനം തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവർ. നല്ല പ്രായമായതിനു ശേഷവും കേരളത്തെപ്പറ്റി പറയുമ്പോൾ ഒരു പ്രത്യേക സ്നേഹമായിരുന്നു അവർക്ക്. വളരെ അവരുടെ മുഖത്ത്, അവരുടെ വാക്കുകളിലൊക്കെ ഇങ്ങനെ സ്നേഹം ഊറി വരുന്നത് കാണാം. അതുകൊണ്ട് നമ്മുടെ ഒരു കേരളീയ അല്ലാത്ത ഒരു സ്ത്രീയെ, അല്ലാത്ത ഒരു വ്യക്തിയെ, പ്രത്യേകിച്ചും പിന്നെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു പണ്ഡിത ഈ കേരളത്തിലെ കലകളെ പറ്റി, ഇവിടുത്തെ അനുഷ്ഠാന കലകളെ പറ്റി, ഇവിടുത്തെ ക്ലാസിക്കൽ കലകളെ പറ്റിയൊക്കെ കൃത്യമായിട്ടുള്ള ബോധ്യത്തോടുകൂടി, പാണ്ഡിത്യത്തോടുകൂടി തന്നെ സംസാരിക്കുകയും അതിനെ എത്രയും വാത്സല്യത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി അതിനെ സമീപിക്കുകയും ചെയ്യുക കാണുന്നത് വളരെ ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വന്ന് അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്നോട് വളരെ സ്നേഹം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ഭാരത് ഭവൻ, പിന്നെ പ്രമോദ് പയ്യന്നൂർ, പിന്നെ എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണം അതാണ്. അദ്ദേഹം വളരെ ഒരു സജീവമാക്കി ഈ പ്രസ്ഥാനത്തെ, ഭാരത് ഭവൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ വളരെ സജീവമാക്കി. വലിയ കലാകാരികളൊക്കെ വന്ന് ഇവിടെ അവരുടെ കലകൾ അവതരിപ്പിക്കുക. അതുപോലെ ഇവരുടെ ഒരു സൗഹൃദ ഒരു സാംസ്കാരിക സംഘം തന്നെ ഉണ്ടാകുക ആസ്വാദകരുടേതായിട്ട്. ഇതൊരു വലിയൊരു നേട്ടമാണ്. അത് എനിക്ക് തോന്നുന്നു 24 മണിക്കൂറും പ്രമോദ് ഇതിനു വേണ്ടിയിട്ട് സ്വപ്നം കാണുകയും പിന്നെ പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നടക്കാൻ പോകുന്ന വലിയ ഫെസ്റ്റിവൽ തീർച്ചയായിട്ടും ഒരു ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റാൻ പോകുന്ന ഒരു സംഗതിയാകും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ഇന്നിവിടെ നൃത്തം അവതരിപ്പിക്കുന്ന ശ്രീമതി ഗായത്രി മധുസൂദനെ ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി ഗായത്രി മധുസൂദനെയും ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയും ശ്രീ സൂര്യ കൃഷ്ണമൂർത്തിയും ചേർന്നാണ് ശ്രീമതി ഗായത്രി മധുസൂദനെ ഇന്ന് ആദരിക്കുന്നത്.
രണ്ടാമത് പത്മവിഭൂഷൺ ഡോക്ടർ കപില വാത്സ്യായൻ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവലിന്റെ കർട്ടൻ റൈസർ ചടങ്ങും ലോഗോ പ്രകാശനം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ഔദ്യോഗിക ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നതിനായി ഭാരത് ഭവൻ ഭരണസമിതി അംഗമായ ശ്രീ എസ് രാധാകൃഷ്ണനെ ക്ഷണിക്കുന്നു. ആരാധനായ അധ്യക്ഷൻ ജോർജ് ഓണക്കൂർ സർ, പ്രിയങ്കനായ ഉദ്ഘാടകൻ നമ്മുടെ പ്രിയങ്കനായ ശ്രീ മന്ത്രി ശ്രീ ആന്റണി രാജു, അരൂർ സർ, വേദിയിലും സഹസ്രമുള്ള വിശിഷ്ടാതിഥികളെ, അരൂർ സർ പറഞ്ഞതുപോലെ കപില വാത്സ്യായനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാനും കാലത്തിലൂടെ പിന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് എൻ്റെ പ്രിയങ്കനായ ഗുരുനാഥൻ കാവാലം, സാക്ഷാൽ കാവാലം നാരായണ പണിക്കർ സർ അവനെ പരിചയപ്പെടുത്തുമ്പോഴാണ് ഞാൻ കപില മാഡത്തിനെ പരിചയപ്പെടുന്നത്. അന്ന് ഒരു സെമിനാറായിരുന്നു. ആ സെമിനാറിൽ ശ്രീമതി കപിലാവാത്സ്യൻ അവതരിപ്പിച്ച പ്രബന്ധം ഇന്നും എൻ്റെ മനസ്സിൽ വളരെ ലൈവായി നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു മഹാപ്രതിഭയുടെ പേരിൽ നടക്കുന്ന ഈ ഡാൻസ് ഫെസ്റ്റിവൽ ഇതിൻ്റെ ഒരു ക്യൂറേറ്റർമാരിലൊരാളെന്ന നിലയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ, സേവനം അനുഷ്ഠിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. ഇന്ന് ഈ ചടങ്ങ് ഇവിടെ ഇത്ര മനോഹരമാക്കി തീർത്ത എല്ലാവർക്കും, പ്രത്യേകിച്ചും നമ്മുടെ പ്രിയങ്കനായ അധ്യക്ഷൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിന് ഞങ്ങളുടെ ഭാരത് ഭവൻ്റെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഈ ചടങ്ങോട് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ആന്റണി രാജു അവർകൾ, ഇതിൻ്റെ ഞങ്ങളുടെ എല്ലാമായ പത്മവിഭൂഷൺ അടൂർ ഗോപാലകൃഷ്ണൻ സർ, ശ്രീ സൂര്യകൃഷ്ണമൂർത്തി സർ, ഇന്ന് രംഗത്തുള്ള വേദിയിലുള്ള ഡോക്ടർ നീന പ്രസാദ്, സിം മാർഗിയുഷ, ഗുരു ജയപ്രഭ മേനൻ, ഡോക്ടർ ബിന്ദുജ മേനൻ, സദസ്സിലുള്ള ഡോക്ടർ അനിൽകുമാർ, ഇപ്പോൾ ഇവിടെ അതിഥിയായി വന്നിരിക്കുന്ന ഗോപിക വർമ്മ, മറ്റുള്ള ശ്രീ വിനോദ് മങ്കര, ശിവശങ്കരപിള്ള, ശ്രീലേഖ തുടങ്ങിയ എല്ലാവരെയും എല്ലാ വിശിഷ്ടാതിഥികൾക്കും എല്ലാ അതിഥികൾക്കും ഞങ്ങൾ മാർഗദർശകർക്കും നന്ദി. ഇന്നിവിടെ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു പരിപാടിയാണ്, വളരെ വിശേഷപ്പെട്ട നൃത്തമാണ്. അത് ഒരു ചാക്ഷുഷ യജ്ഞം തന്നെയാണ്. നിശ്ചയമായും ചാക്ഷുഷ യജ്ഞമായിട്ടുള്ള ഭാരതീയ ശിവജിയുടെയും കലാമണ്ഡലം സുഗന്ധിയുടെയും ശിഷ്യയായ ശ്രീമതി ഗായത്രി മോഹൻ അവതരിപ്പിക്കുന്ന ഈ നൃത്തം, അതിനുശേഷം ശ്രീ വിനോദ് മങ്കരാനെക്കുറിച്ച് നടത്തുന്ന അവലോകനം ഒക്കെ കാണുവാനായിട്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു കാര്യം കൂടി എടുത്ത് പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹം പറഞ്ഞതുപോലെ, ഓണക്കൂർ സാർ പറഞ്ഞതുപോലെ, ഇദ്ദേഹത്തിൻ്റെ രാജാരവർമ്മയുടെ കവിതകൾ, അപ്രകാശിത കവിതകൾ സമാഹരിച്ച് പ്രസിദ്ധീകരിക്കുന്ന കാര്യം ഭാരത് ഭവൻ നിശ്ചയമായും പരിഗണിക്കുക സർ. നിശ്ചയമായി ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണവും പിന്തുണയും വേണമെന്നൊരു അഭ്യർത്ഥിക്കുക കൂടി ചെയ്തുകൊള്ളുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭാരത് ഭവൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.